നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യ്. സാറ് പറഞ്ഞ റൂട്ടിൽ ചിന്തിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ മുരുകമാമയായിരിക്കും ഇത് ചെയ്തത്. കുടുംബത്തിന് വേണ്ടി കൃഷ്ണമാമ എന്തൊക്കെ ചെയ്യോ അതിന്റെ 10 മടങ്ങ് ശക്തിയായി പ്രതികരിക്കുന്ന ആളാ മുരുകമാമ. മുരുകമാമയെ സംബന്ധിച്ചാണെങ്കിൽ കീഴ്മേൽ നോക്കാത്ത ആളാ. മറ്റൊരാളോട് ആലോചിക്കാനും നിൽക്കില്ല. ഏതറ്റം വരെ പോകാനും മടിക്കില്ല. എന്റെ മനസ്സ് പറയുന്നു സർ, ഡയന എന്റെ കുടുംബത്തോട് ചെയ്യുന്ന ദ്രോഹങ്ങൾക്ക് പ്രതികാരം ചെയ്യാൻ ആരെങ്കിലും മുതിരുകയാണെങ്കിൽ അത് മുരുകമാമ തന്നെയായിരിക്കും സർ. എങ്കിൽ സുന്ദരിക്ക് മുരുകമാമയെന്ന് വിളിച്ചു നോക്കാലോ. അവിടെ ഇവിടെയും തൊടാതൊന്ന് സംസാരിച്ച് നോക്ക്. ഉള്ളിലിരിപ്പ് എന്താണെന്ന് അറിയാൻ പറ്റുമല്ലോ. അത് വേണ്ട സർ, ഞാൻ നേരിട്ട് പോയി മുരുകമാമയെ കാണാം. ഇനി അധിക സമയമില്ലല്ലോ. എത്രയും പെട്ടെന്ന് ഡയനെ കണ്ടെത്തിയില്ലെങ്കിൽ ഇത് വലിയ ഇഷ്യൂ ആവും. ഒരുപക്ഷെ മുരുകമാമയാണിത് ചെയ്തതെങ്കിൽ ആ പാവം കുടുങ്ങിപ്പോവും. അത് 100% ഉറപ്പല്ലേ? 2 പെൺകുട്ടികളെ പട്ടാപ്പകൽ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോവാന്ന് പറഞ്ഞ എനിക്ക് സത്യം അറിയണം. എങ്ങനെയെങ്കിലും മുരുകമാമയെ ഇതിന് രക്ഷിച്ചേ പറ്റൂ. ഞാനൊന്ന് നേരിട്ട് പോയി സംസാരിക്കാം മുരുകമാമയോട്. എന്നാ ഓക്കെ. സുന്ദരി, 100% ഉറപ്പിച്ചുകൊണ്ട് മുരുകമാമയോട് സംസാരിക്കണ്ട. ഒരുപക്ഷെ പുള്ളി അല്ലാതെ ചെയ്തെങ്കിലോ? അത് ഞാൻ ശ്രദ്ധിച്ചോളാം. എന്തുണ്ടെങ്കിലും സാറിനെ വിളിക്കാം. ഒന്ന് ഫോൺ എടുക്കണേ. എന്തായി? ഭക്ഷണവും വെള്ളവും കൊടുത്തിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. വാ. ആരാ നിങ്ങള്? എന്തിനാ നിങ്ങൾ ഞങ്ങളെ പിടിച്ചോണ്ട് വന്നേ? ഞങ്ങൾ ആരാണെന്നും എന്താണെന്നും ഒക്കെ തൽക്കാലം നിങ്ങൾ അറിയണ്ട. എന്ത് തെറ്റിയതിട്ടാ നിങ്ങൾ എന്നെ പിടിച്ചോണ്ട് വന്ന്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ രണ്ടുപേർക്കും ഒരു പോറല് പോലും ഏൽക്കാതെ ഞാൻ നോക്കിക്കൊള്ളാം. പക്ഷേ തൽക്കാലം നിങ്ങൾ ഞങ്ങളോട് സഹകരിച്ചേ മതിയാവും. ഈ പറഞ്ഞ ഞങ്ങൾ ആരാന്നാ ചോദിച്ചത്? നിങ്ങൾ ആരായാലും നിങ്ങൾക്ക് ഞാൻ ആരാണെന്ന് വ്യക്തമായിട്ട് അറിയില്ല. ഇതിനൊക്കെ പകരം വീട്ടാൻ ക്രിസ്റ്റി തുടങ്ങിയ നിങ്ങളൊന്നും താങ്ങില്ല. ഓർത്തോ? തൽക്കാലം ഭീഷണി വേണ്ട പെങ്ങളെ. അടങ്ങി അവിടെ കിടന്നോളണം. ചില കാര്യങ്ങള് എനിക്ക് ചിലരെ ബോധ്യപ്പെടുത്താനുണ്ട്. അതൊന്ന് ക്രിസ്റ്റിയെയും ഒന്ന് നിന്നെയും തന്നെയാണ്. അത് ബോധ്യപ്പെടുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് മോചനമുള്ളൂ. അതുവരെ ഒരുത്തനും നിന്നെ ഒന്ന് ഇവിടുന്ന് രക്ഷിക്കാനും പോകുന്നില്ല. എന്നെ ഒരു ചുക്കും ചെയ്യാനും പോകുന്നില്ല. മര്യാദയ്ക്ക് മിണ്ടാതെ അവിടെ കിടന്നോളണം, കേട്ടല്ലോ? പടോ. മഴയൊന്നും തോർന്നില്ല. അതിനു മുന്നേ ചൂട് തുടങ്ങി. ഓ, സഹിക്കാൻ പറ്റുന്നില്ല. എത്ര വെള്ളം കുടിച്ചാലും ദാഹം മാറില്ലെന്നേ. വല്ലാത്തൊരു കാലാവസ്ഥ തന്നെ. അതെ ഏട്ടാ, ആ കാണാതായ ഡയാനെ കുറിച്ച് ഇതുവരെ ഒരു വിവരവും കിട്ടിയില്ലാന്ന്.
അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. ക്രിസ്റ്റിയുടെ ഭാര്യയെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടെങ്കിൽ ആള് അത്ര നിസാരക്കാരനായിരിക്കില്ലല്ലോ. അവളെ ഏതെങ്കിലും വഴിക്ക് പോട്ടെന്നേ. ഏട്ടൻ അതൊരു നിസ്സാര കാര്യമായിട്ട് കാണാം. പക്ഷെ അതോർത്ത് സുന്ദരിക്ക് വല്ലാത്ത ടെൻഷനാ. ഏതോ ഒരുത്തിയെ കാണാതെ പോയതിന് സുന്ദരി എന്തിനാ ടെൻഷൻ ആവുന്നേ? സമാധാനായിട്ടിരിക്കാൻ പറ. അത് കൊള്ളാം. സുന്ദരി ഈ ജില്ലയുടെ കളക്ടറാ. ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായാ സുന്ദരിക്ക് ടെൻഷൻ കാണില്ലേ? ടെൻഷൻ എന്ന് പറഞ്ഞാ അതൊരു പേഴ്സണൽ കാര്യമായിട്ട് എടുക്കണ്ട. അതൊരു നിസ്സാര കാര്യാന്നേ പറഞ്ഞുള്ളൂ. ആഹാ, പറഞ്ഞ നാവെടുത്തില്ല. അതിനു മുൻപ് സുന്ദരി വന്നല്ലോ. പറഞ്ഞ നാവെടുത്തില്ലെന്ന് പറഞ്ഞു. അതിനർത്ഥം ചർച്ച എന്നെ കുറിച്ചായിരുന്നു എന്നാണോ? വേറൊന്നുമല്ല, ഞങ്ങള് ഡയാനയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. ഒരു തുമ്പും കിട്ടാത്തന്നെ ടെൻഷനില്ല സുന്ദരി എന്ന് പറയുമായിരുന്നു. എന്താ ഒരു അറിയിപ്പില്ലാത്ത വരവാണല്ലോ. എന്തുപറ്റി? ഒന്നുമില്ല, ഇവിടേക്ക് വരണമെന്നും മുരുകമ്മ ഒന്ന് കാണണമെന്നും തോന്നി, അതുകൊണ്ട് വന്നു. ഓഹോ, ആ മോളിരിക്കെ. മോക്ക് കുടിക്കാൻ എന്താ വേണ്ടേ? കാപ്പി വേണോ, ചായ വേണോ, അതോ തണുത്ത വെള്ളം മതിയോ? എനിക്ക് സത്യം അറിഞ്ഞാ മതി മുരുകമ്മ. സത്യോ? എന്ത് സത്യം? ചുമ്മാ എന്റെ മുന്നിൽ അഭിനയിക്കല്ലേ മുരുകമ്മ. അഭിനയിക്കുന്നോ? ആര്? ഞാനോ? ആ ഡയാനെ മുരുകമ്മ എവിടെ ഒളിപ്പിച്ചിരിക്കുന്നത്? ഡയാനയോ? ഞാനോ? എന്താ സുന്ദരി ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഒന്നാമത്തെ കാര്യം, ക്രിസ്റ്റിക്ക് എന്നെയാ സംശയം. എന്റെ കൂടെയുള്ള ആരോ ഡയാനെ തട്ടിക്കൊണ്ടുപോയി എന്നാണ് അയാൾ ആരോപിക്കുന്നത്. മുരുകമ്മയുടെ മുൻകാല ചെയ്തികളും നമ്മുടെ കുടുംബത്തോടുള്ള സ്നേഹവും വെച്ച് ആലോചിക്കുമ്പോൾ സംശയിക്കാതിരിക്കാൻ പറ്റില്ല എനിക്ക്. ദയവേത് സത്യം പറ മുരുകമ്മ, ഡയാനെ എവിടെ ഒളിപ്പിച്ചിരിക്കുന്നത്? അയ്യോ, ഇങ്ങനെയൊന്നും ചോദിക്കില്ലേ സുന്ദരി. പണ്ട് ഞാൻ അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട്. എന്തിനും പോന്നവനായി ജീവിച്ചിട്ടുമുണ്ട്. ഇപ്പോ അതൊക്കെ നിർത്തിയിട്ട് വർഷം എത്രയായി. സുന്ദരി എന്നെ ഈ കാര്യത്തിൽ സംശയിക്കുന്നു എന്ന് പറയുമ്പോ തന്നെ എനിക്ക് സങ്കടം തോന്നുക. എന്താ സുന്ദരി ഇത്? ഏട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ഏട്ടൻ പറയുന്ന സത്യം തന്നെയല്ലേ? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, അല്ലേ? എന്താ ഇത്? ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ തന്നെ നിന്നോട് പറയാതിരിക്കൂ? നോക്കു സുന്ദരി, നിനക്ക് നിന്റെ മുരുകമാമ വിശ്വാസമില്ലേ? എന്നെ വിശ്വാസമില്ലേ? ഞങ്ങൾ പറയുന്ന കേൾക്ക്. ഡയാനയുടെ കാര്യത്തില് നിന്റെ മുരുകമാമയ്ക്ക് ഒരു പങ്കുമില്ല. നോക്കില്ല മാമി, മുരുകമാമ ഡയാനെ പിടിച്ചുകൊണ്ടുപോയി എന്ന് ഞാൻ ആരോപിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല. നമ്മുടെ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവുന്ന ആളാ മുരുകമാമ. അതുകൊണ്ടാ. പക്ഷെ ഇത് വിഷയം വേറെയാ. നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും നിൽക്കില്ല. എന്റെ കയ്യിൽ നിന്നും കൂടി പോയി കഴിഞ്ഞാൽ പ്രശ്നം രൂക്ഷമാകും. ഇപ്പൊ ഞാൻ മുരുകമാമയോട് ഇതിനെക്കുറിച്ച് ചോദിച്ചത് മുരുകമാമയുടെ മരുമോളായി നിന്നിട്ടാ. ഞാനത് ചോദിക്കുമ്പോ തന്നെ എനിക്കറിയാം അത് ചെയ്തത് മുരുകമാമയാണെന്ന്.
നാളെ ഞാൻ ഓൺ ഡ്യൂട്ടിയിൽ കളക്ടറായി പുല്ലാറ്റിൻകര മുരുകന്റെ മുന്നിൽ നിൽക്കും. അപ്പൊ സത്യം പറയേണ്ടി വരും. സത്യം മാത്രമേ പറയാൻ പറ്റൂ. അപ്പോ സുന്ദരി മോളെ, നീ ഇപ്പൊ വന്നതുപോലെ നാളെ കളക്ടർ സുന്ദരിയായി വന്നാലും എനിക്ക് നീ എന്റെ മരുമോള് തന്നെയാ. ഇനി ആരായിട്ട് എന്റെ മുന്നിൽ വന്ന് നിന്നാലും ചെയ്യാത്ത കുറ്റം ഏറ്റുപറയാൻ പറ്റില്ലല്ലോ മോളെ. പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. എന്റെ ദേവരാജന്റെ മോള് നല്ല സ്റ്റൈലായിട്ട് സംസാരിക്കുന്നു. മനസ്സ് നിറഞ്ഞു എന്റെ.